മലപ്പുറം ഭാഗത്തൊക്കെ സെവൻസ് ഫുട്ബോളിൻ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ പഴയതുപോലെയല്ല, റഫറിയെ തല്ലൽ, തമ്മിലടിയൊക്കെ പതിവുമാണ്, എല്ലാ ദിവസവും സംഭവിക്കുന്നുമുണ്ട്. ഏതായാലും പാലക്കാട്ടും ഫുട്ബോൾ ആരവം ഉണ്ട്. അവിടെ കഴിഞ്ഞ ദിവസം രാത്രി ഒരു ഫുട്ബോൾ മത്സരത്തിൻ്റെ ഫൈനലിനിടെ ഗാലറി തകർന്നു വീണ സംഭവം ഉണ്ടായിരുന്നു. നിരവധി പേരാണ് താഴേക്ക് പതിച്ചത്. ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. സംഘാടകർക്കെതിരെ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. 70ഓളം കാണികൾക്ക് പരിക്കേറ്റു എന്നതാണ് വിവരം. ഗുരുതരമായ പരിക്കല്ല എന്നത് മഹാഭാഗ്യം. കണക്കിൽ കൂടുതൽ പേരെ പ്രവേശിപ്പിച്ചോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് കണ്ടെത്തി കണക്കിൽ കൂടുതൽ പേർ അവിടെ ഉണ്ട് എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ അല്പസമയത്തിനകം ഒപ്പം ചേരും. ആ ദൃശ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മലപ്പുറത്തും ഗാലറി തകർന്ന ഒരു അപകടം ഉണ്ടായിരുന്നു. ഈ പണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫുട്ബോൾ പോലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. സംഘാടകരാണ് ഇതിൽ കൂടുതലും വീഴ്ച വരുത്തുന്നതെന്നുള്ള സംഘാടകരുടെ ലക്ഷ്യം എന്തായാലും കളി കാണാൻ വരുന്നവരുടെ സ്വപ്നം അത് മറ്റൊന്നാണ്. അവർക്ക് ഈ ആവേശ പോരാട്ടം കാണണം, അതിൽ അലിഞ്ഞമരണം. ഒരു ഫൈനൽ പോരാട്ടമാകുമ്പോൾ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതില്ലല്ലോ, ആരാധകരുടെ എണ്ണം അല്ലെങ്കിൽ കാണികളുടെ എണ്ണം കൂടും. ഫുട്ബോളിനെ സ്നേഹിക്കാത്തവർ ഒരുപക്ഷെ ഇതൊരു വലിയ സംഭവമാണല്ലോ, ഇത്രയും പേർ കൂടുന്നുണ്ടല്ലോ എന്നോർത്ത് അവിടേക്ക് വരും. അത് സ്വാഭാവികമാണ്. അപ്പോൾ എന്തായാലും സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അരുൺ ആലത്തൂറൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ അവിടെ ഇരുത്താവുന്നതിലും അധികം പേരെ പ്രവേശിപ്പിച്ചു എന്നതാണോ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? എന്തുകൊണ്ട് കേസെടുത്തു? തീർച്ചയായിട്ടും ഈ ഗാലറിയിൽ കൂടുതൽ ആളുകളെ കയറ്റിയിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സംഘാടകർക്കെതിരെ പോലീസ് കേസെടുക്കുന്നതിന് കാരണമായിട്ട് പറയുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഗാലറി പൊട്ടി വീഴുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വളരെ അധികം ആളുകൾ, അതായത് ആ ഗാലറിയിൽ ഇരിക്കാവുന്നതിലധികം ആളുകൾ അവിടെ ഇരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതായത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വല്ലപ്പുഴയിലെ ഫുട്ബോൾ ഫൈനലിനിടെ ഗാലറി തകർന്നു വീണ ഈ സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കണക്കിൽ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിച്ചു എന്നതിലാണ് കേസ്. പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. ഒരാൾക്ക് നട്ടലിന് ഗുരുതര പരിക്കുണ്ട്, ഒരാളുടെ ഇടത് കാലിന് പൊട്ടൽ ഉണ്ട് എന്നുള്ളതാണ്. ഇവരുടെ മൊഴിപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 70ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഉൾക്കൊള്ളാവുന്നതിലധികം കാണികളെ കയറ്റി താൽക്കാലിക ഗാലറിയുടെ ഭാരം പരിഗണിച്ചില്ല എന്നിവയാണ് FIRൽ പരാമർശമായി പറയുന്നത്. 60 പേരാണ് അപകടത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇത്രയും ആളുകളെ ഈ ഗാലറിയിൽ സാധാരണഗതിയിൽ ഇരുത്താവുന്നതിലധികം ആളുകളെ ഇരുത്തിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് സംഘാടകർക്കെതിരെ കേസെടുത്തതിൽ പോലീസ് പറയുന്നത്. അരുൺ, ഈ അപകടത്തിൽപ്പെട്ടവർക്ക് ഗാലറി തകർന്നു വീണ സമയത്ത് ആർക്കും ഗുരുതരമായ പരിക്കില്ലല്ലോ അല്ലേ? അങ്ങനെ ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഒരാളുടെ നട്ടലിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്, ഒരാളുടെ ഇടത് കാലിന് പൊട്ടലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് ആളുകൾക്കൊന്നും വലിയ കാര്യമായ ഗുരുതര പരിക്കുകളില്ല, സാരമായ പരിക്കുകൾ മാത്രം, നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. സാരമായ പരിക്കാർക്കും ഇല്ല. പക്ഷേ ഈ 2 പേർക്ക് മാത്രം കുറച്ച് നല്ല രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഈ നട്ടലിന് പൊട്ടലേറ്റു എന്നുള്ളതും അതുപോലെ തന്നെ ഇടത് കാലിൻ്റെ എല്ലിന് ഉൾപ്പെടെ പരിക്കേറ്റു എന്നുള്ള അങ്ങനെ 2 പേരുടെ കാര്യങ്ങളിൽ മാത്രമാണ് ആശുപത്രിയിൽ നിന്ന് നല്ല രീതിയിൽ പരിക്കേറ്റു എന്ന് പറയുന്നത്. മറ്റാളുകൾക്ക് ഈ 60ഓളം ആളുകൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നുണ്ട്. പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എങ്കിൽ പോലും ഇത്തരമൊരു അപകടത്തിലേക്ക് വഴിവെച്ചത് ഈ സംഘാടകരുടെ പിഴവാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും നാട്ടുകാരായാലും മറ്റും ആരോപിക്കുന്നത്. ഒപ്പം തന്നെ പോലീസും ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തതിൽ പറയുന്നത് സംഘാടകരുടെ പിഴവാണ്, ഈ കയറ്റാവുന്നതിലും അധികം ആളുകളെ കയറ്റിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളത്. ശരി, ഒരാൾക്ക് നട്ടലിന് ഗുരുതര പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സംഘാടകരെയും പ്രഥമ ദൃഷ്ട്യാ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആളുകൾ കാണണമെന്ന നിർബന്ധ ബുദ്ധിയാൽ എത്തുമ്പോൾ അവർക്ക് പ്രവേശനം അനുവദിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലല്ലോ. പക്ഷേ സംഘാടകർക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കാം, സംവിധാനങ്ങളിൽ കൂടുതൽ കൃത്യത വരുത്താം, സുരക്ഷ ഒരുക്കാം. അതിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു അപകടം സംഭവിക്കില്ലല്ലോ. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.